സഹീർ, മെഡിക്കൽ കോഡിംഗ് എന്നാണ് കോഴ്സിന്റെ പേര്. മെഡിക്കൽ എന്ന് പറയുമ്പോൾ ഒരു സയൻസ് റിലേറ്റഡ് ആണ്. നിങ്ങളാണെങ്കിൽ കൊമേഴ്സ് പഠിച്ചവരെയും ഹ്യൂമാനിറ്റീസ് പഠിച്ചവരെയൊക്കെ ഇത് എൻഗേജ് ചെയ്യുന്നുണ്ട്, പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു സാധ്യത എങ്ങനെയാണ്? ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ പഠിച്ച ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ ഈ സയൻസ് പഠിച്ച കുട്ടികളുമായിട്ട് ഒരു കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഈ മേഖലയിൽ? തീർച്ചയായിട്ടും. പിന്നെ ഒന്നാമത്തെ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കോഡേഴ്സ് ആർ നെവർ ഇംപാർട്ടിസിപ്പൻ്റ് ഇൻ ഡയറക്റ്റ് പേഷ്യൻറ്റ് കെയർ. അത് നിങ്ങൾ മെഡിക്കൽ സെക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ പോലെയോ അല്ലെങ്കിൽ നഴ്സസിൻ്റെ പോലെയോ ഫാർമസിസ്റ്റിൻ്റെ പോലെയോ പേഷ്യൻസിന് ഡയറക്റ്റ് കെയർ ഒരിക്കലും മെഡിക്കൽ കോഡേഴ്സ് കൊടുക്കുന്നില്ല. പകരം അവരിതിൻ്റെ അക്കൗണ്ട് സെക്ടറായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻഷുറൻസ് സെക്ടറായിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊക്കെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്. കുറച്ചുകൂടെ ക്ലാരിറ്റി പറയുകയാണെങ്കിൽ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ നിന്ന് പോയതിന് ശേഷം മാത്രമാണ് മെഡിക്കൽ കോഡറുടെ റോൾ അവിടെ എൻ്റർ ആവുന്നത്. അപ്പോൾ ഏത് സെക്ടറിൽ നിന്ന് വരുന്ന ആളുകളാണെങ്കിലും മെഡിക്കൽ ടെർമിനോളജിയിൽ നോളജ് അക്വയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റിയാലിറ്റി. ഇപ്പോൾ കുറച്ചുകൂടി ഡെപ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ ഒക്കെ ആണ് മെഡിക്കൽ കോഡിംഗ് പഠിക്കുന്നതെങ്കിൽ അവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് ഓൾറെഡി ഈ മെഡിക്കൽ ഫയലുകളായിട്ട് മിംഗ്ലിംഗ് ഉണ്ട്. അല്ലാത്ത സെക്ടറിൽ നിന്ന് വരുന്ന ആളുകൾ തീർച്ചയായിട്ടും അവരുടെ കണ്ടിന്യൂസ് എക്സ്പീരിയൻസിലൂടെ ഇത് നേടിയെടുക്കാൻ പറ്റും. നമുക്ക് അതിന് ഒരുപാട് എക്സാമ്പിൾസ് കാണിക്കാനുണ്ട്. നമ്മുടെ ഫസ്റ്റ് അലൂമിനീസൊക്കെ ഇപ്പം UAE-ലൊക്കെ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ സാലറി വാങ്ങിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഗ്രോത്ത് ഉണ്ടാക്കിയെടുത്തുള്ള അവരുടെ നോളജ് അക്വസിഷനിലൂടെ തന്നെയാണ്. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാ കരിയർ സെക്ടറിലും ഉണ്ട് അല്ലേ. നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ ഡെവലപ്പ് ആയതുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മരിക്കുന്നവരെ നോളജ് അക്വയർ ചെയ്യണമെന്നാണ് പറയാറുള്ളത്. സോ ഞാൻ പറഞ്ഞു, എൻ്റെ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. ഏത് സെക്ടറിലുള്ള ആളുകളായിക്കോട്ടെ, ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിൻ്റെ ഫയൽ വായിക്കുക, അതിന് പെർസ്പെക്റ്റീവായിട്ടുള്ള കോഴ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ആ ഫയൽ വായിക്കാനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കമ്പനിയിൽ എത്തുമ്പോൾ അതിന് കൂടുതലായിട്ടുള്ള ട്രെയിനിങ് അവിടെ നിന്ന് കിട്ടും. ഇത് ആർക്കും പഠിക്കാവുന്നതാണ്. കരിയറിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ളൊരു ഫീൽഡാണ്.